എൻ്റെ പേര് അബു ഹാരിസ് സാലെ. ഐ എം ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് എസ്റെക്സ് ഗ്രൂപ്പ്. ഞാൻ ലാറ്റ്വിയയിൽ 7 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. കൂടാതെ ഞാനൊരു IT പ്രൊഫഷണലാണ്, മെൻറ്ററാണ്, നല്ലൊരു ടീച്ചറാണ്. എൻ്റെ അഭിപ്രായത്തിൽ തുറന്ന് സംസാരിക്കാൻ ഒരു മീഡിയം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് ഒരു പ്രധാന മീഡിയമായിട്ട് ഞാൻ കാണുന്നു. കാരണം അതിലൂടെ നമ്മൾക്ക് തുറന്ന് സംസാരിക്കാനും ആർഗ്യൂ ചെയ്യാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കാനും പറ്റും. എന്നുവെച്ചാൽ അറിയാനും അറിയിക്കാനും പറ്റും. അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ അങ്ങനെ ഒരു വെഞ്ചറിന് തുടക്കം കുറിക്കുകയാണ്, എസ്റെക്സ് നെക്സ്റ്റ് കാസ്റ്റിലൂടെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അബിൻ ഹാഷിക്കത്താണ്. എൻ്റെ കൂടെ 2018 മുതൽ കൂടെ ഉണ്ട്. അപ്പോൾ അബിൻ ഒരു പ്രൊഫഷണൽ ഇറ്റാലിയൻ ഷെഫാണ്, നല്ല രീതിയിൽ പിസ്സ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സിവിക് സെൻസിനെ കുറിച്ചാണ്. ഒരാളെ ഞാൻ പോയിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ നിങ്ങളിലേക്കാണ് ഇത് പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ മാറാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അബിൻ നമുക്ക് നേരെ സമയം കാണണ്ട, ഒരുപാട് ടോപ്പിക്കിലേക്ക് പോവാം. ഈ അടുത്ത് ഞാൻ ഈ അശ്വന്ത് കോക്ക് ബൈജു നായർക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ സിനിമാ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 27th മിനിറ്റ് കൊണ്ട് അയാൾ പറയുന്നൊരു കാര്യം, അയാളൊരു ഇൻട്രോവേർട്ടാണെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ അയാൾ പബ്ലിക് സ്പേസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ മീറ്റർ എടുത്തില്ല, അത് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ കൊടുക്കുന്നുണ്ടല്ല, പിന്നെ അതുപോലെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പെരുമാറ്റം, മറ്റുള്ള എന്തോ പൊതുസ്ഥലങ്ങളിൽ അയാൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തെ പോലെ ഒരാൾ നാട്ടിൽ നിൽക്കുന്നത്, അയാൾക്കത് മനസ്സിലാക്കി അയാൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കാണ് അത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പറയാൻ പറ്റുക. നമുക്കാണ് അതിന്റെ ഒരു വ്യത്യാസം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സിവിക് സെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതായത് നമ്മളിപ്പോ പബ്ലിക്കിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് വോളണ്ടറിലി എന്താ റെസ്പെക്ട്, ബാക്കിയുള്ളവരുടെ ഫ്രീഡം റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് സിവിക് സെൻസ്. അതൊരു സോഷ്യൽ കോൺട്രാക്ട് ആണത്. അതായത് നമ്മൾ ആരും ഇതല്ല, പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത് വരുന്നത്. എന്ന് വെച്ചാൽ അത് പബ്ലിക് സ്പേസിനോട് റെസ്പെക്ട് ചെയ്യുക, അതേപോലെ നമ്മളിലേക്ക് മാത്രമല്ലാതെ ഒരു കളക്റ്റീവ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് വേണ്ടി മാത്രം ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്യൂ നിൽക്കാൻ പോകുന്നു, നമ്മുടെ ആവശ്യം നടക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവർക്കും ആവശ്യത്തിന് വന്ന ആൾക്കാരാണ്, ഓർക്കും സമയമുണ്ട്, അവരുടെ കളക്റ്റീവായിട്ട് അവരുടേതായ ആവശ്യങ്ങൾ നോക്കണം. അതേപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പ്രൊട്ടക്ട് ചെയ്യുക, പബ്ലിക് സ്പേസ് പ്രൊട്ടക്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്ന് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ കാലെടുത്ത് മുകളിൽ വെക്കുക, സീറ്റ് വെക്കുക, മേലെ വെക്കുക, മുറുക്കി തുപ്പുക, പാർക്കുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നതാണ് നമുക്കൊരു എക്സാമ്പിൾ. ഇപ്പൊ ഒരു മൂത്രം ഒഴിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അന്ന് ആ സമയത്ത് മൂത്രം ഒഴിക്കാൻ ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ അത് എഴുതി വെച്ചോണ്ട് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. ഈ ഒരു സാധനം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം, അയാളുടെ ഒരു റിലേറ്റീവ് എന്തോ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് കൊച്ചി എയർപോർട്ടിലായിരുന്നു. അപ്പോൾ അയാൾ കയറാൻ നിന്നൊരാൾ ഓടിഞ്ഞിട്ട് വന്നിട്ട് 2-3 തുപ്പ് തുപ്പിയിട്ട് പറയാണ്, എനിക്ക് ഇനി അവിടെ പോയാൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ അയാൾക്ക് അറിയാം അത് ചെയ്യാൻ പാടില്ല എന്നറിയാം, പക്ഷെ ഇവിടെ ചെയ്യണം, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം അയാൾ എന്ത് തിരിച്ചു വന്നിട്ട് തുപ്പിയിട്ട് ചിലപ്പോൾ തമാശക്ക് തമാശക്കായിരിക്കും, പക്ഷെ ഇതാണ് സിറ്റുവേഷൻ. തമാശ ആണെങ്കിൽ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണല്ലോ വരുന്നത്. ഇപ്പോൾ ഈ ക്യൂ നിൽക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ ഈ ഇപ്പോഴത്തെ പാസ്പോർട്ട് സർവീസസ് കണ്ടിട്ടുള്ളൂ, അടിപൊളി നല്ല സ്ട്രീം ലൈൻ ചെയ്താണ് പ്രോസസ്സ്. ടോക്കൺ എടുത്തവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് മര്യാദ കാണിക്കാൻ അറിയാം. പക്ഷേ ഞാൻ ഈ അടുത്ത് ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, വലിയത്ത് പറഞ്ഞിട്ട്. ആ ഹോസ്പിറ്റലിൽ ഞാൻ മെഡിസിൻ വാങ്ങിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ ഏറ്റവും നല്ല ക്യൂ ഉള്ള സ്ഥലം. ഡോക്ടറെ കാണാൻ അത്രയും തിരക്കില്ല. അവിടെ വന്നിട്ട് ടോക്കണൊക്കെ വലിച്ച് എടുത്തിട്ട് ടോക്കണൊക്കെ താഴെ ഇങ്ങനെ ചിന്നിച്ചെതിരെ എടുക്കാം, ഡസ്റ്റ്ബിൻ ഉണ്ടായി എടുത്തില്ല. എന്നിട്ട് ആ ടോക്കൺ എടുത്തവർ വന്നിട്ട് കൗണ്ടറിൻ്റെ വാതിക്കെ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക, അവർ വിളിക്കുന്നത്. എന്നാൽ അവിടെ ഒരുപാട് സീറ്റിംഗ് ഉണ്ട്. ഓൾറെഡി അവർക്ക് അറിയാം ടോക്കൺ വിളിക്കുന്ന അറിയാം, പോയിരിക്കാനുള്ള ചാൻസ്. അപ്പൊ വിളിക്കും, ബാക്കിയുള്ളവരെ ജസ്റ്റ് ഒന്ന് ഇറിറ്റേറ്റും കൂടി ചെയ്യാം. നമ്മളിപ്പം മെഡിസിൻ വാങ്ങിയത് അവിടെ ക്രൗഡ് കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകും. എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്തിനാ അതിൻ്റെ ഇടയിൽ കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ, അറിയാം നമ്മളെ ടൈം ആകുമ്പോൾ വിളിക്കും എന്നുള്ള അറിയാം. അതും വലിച്ചു വാരി അവിടെ എല്ലാം ലിറ്റർ ചെയ്തിട്ട് അതാണ് പ്രശ്നം. ഈ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു സിറ്റിസൺ വേണ്ടത്. ഇപ്പം നമുക്ക് സുഖമായിട്ട് മനസ്സിലാവും, കാരണം ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് യൂറോപ്പിൽ വന്ന് ജീവിക്കുമ്പം ജസ്റ്റ് എക്സാമ്പിൾ നമ്മളൊരു ബസ്സിൽ കയറിയാൽ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടുത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇവര് ഫോൺ ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കര സൈലന്റ് ആയിട്ട് ജസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കുക. നമ്മൾ ഇന്ത്യക്കാരാണെന്ത് വീട്ടിലേക്ക് വീഡിയോ കോള് വിളിച്ച് ഒച്ചയും വിളിയും ഇട്ട്, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ റീൽസ് കാണായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ, അത് കാണുന്ന ഫുൾ വോളിയത്തിലായിരിക്കും വെക്കുക. ബാക്കിലുള്ളവർ അത് ആദ്യം ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കുകയുള്ളൂ, പക്ഷെ പിന്നെ ഓരത് പ്രതികരിച്ച് തുടങ്ങും. കാരണം ഇവരതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്, നമ്മളാണത് ബാക്കിയുള്ളവരെ കെയർ ചെയ്യുന്നില്ല. ഇത് പറഞ്ഞാൽ നമുക്കറിയില്ല തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ മൂഡ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ആളൊരു ചിലപ്പോ ഫാമിലി ഇഷ്യൂ കഴിഞ്ഞ് വരുന്നതായിരിക്കാം,
അതെന്ന് വെച്ചാൽ പ്രൈവസിലേക്ക് ഇൻട്രൂഷൻ, അത് നമുക്ക് ഒരു അടിച്ച് മര്യാദ. തള്ളി കയറി പോവാണ്, അതൊരു അനുവാദം പോലും ഇല്ല. ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പം അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന പറഞ്ഞാൽ സിറ്റിയിൽ, പുറത്തെനിക്ക് അറിഞ്ഞൂടാ, സിറ്റിയിൽ 10 മണിക്ക് ശേഷം സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. അപ്പം നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൂഫ് ഒന്നുമല്ല, അപ്പുറത്തുനിന്നൊരു ബഹളം പോയിട്ട് ഇപ്പുറത്ത് കേൾക്കും, സുഖമായിട്ട് കേൾക്കും. സുഖമായിട്ട് ഒരു ചിരി ഇരിച്ചാൽ മതി. പക്ഷേ രാത്രികളിൽ നിങ്ങളുടെ റൂമിൽ തന്നെ നമ്മൾ രാത്രി നമ്മൾ സാധാരണ സംസാരിക്കുന്ന കാഷ്വൽ ടോക്കാണ്, പക്ഷെ സൗണ്ട് മലയാളികൾ സംസാരിക്കുമ്പോൾ അല്ല ഇന്ത്യക്കാർ സൗണ്ട് കൂടി കൂടി വരും. അപ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ തട്ടാറുണ്ട്, കമ്പിയിൽ ഇങ്ങനെ തട്ടാറുണ്ട്. ആദ്യം ജസ്റ്റ് 2 തട്ട് അങ്ങനെയൊക്കെ വരും, ഇടിക്കാനൊക്കെ വന്നു ലാസ്റ്റ്. പക്ഷെ ലാസ്റ്റ് ക്ഷമ കെട്ട് വരുമ്പോ എന്താ വെച്ചാല് ലാസ്റ്റ് ഒന്ന് വാതിലിന് മുട്ടും, വാതിൽ തുറന്നു കഴിഞ്ഞാൽ നല്ല തെറിയായിരിക്കും. ഇടിക്കാൻ വന്നില്ല ഒരാള്. ആദ്യ പ്രാവശ്യം വന്ന്, പിന്നെ 2ാമത്തെ പ്രാവശ്യം, പിന്നെ ഇയാളെ തെറി കാര്യങ്ങൾ വിളിച്ച്, പിന്നെ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞത്. പിന്നെ പോലീസിനെ വിളിച്ചാൽ എന്താ വെച്ചാല് ചെറിയ ഇതുമല്ല, കാരണം എന്താ നല്ല ഫൈൻ കൊടുക്കണം, ഏകദേശം 500 യൂറോ എന്ന് പറയുമ്പോൾ 50,000. ഞാൻ ഒരു ദിവസം പോലീസിനെ വിളിച്ചു, മോളിൽ നിന്ന് സൗണ്ട് കിട്ട്. അവർ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്ന് അറിയോ, ഞാൻ ശനിയാഴ്ചയല്ലേ ബ്രദർ, ഞങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യണ്ടെന്ന് പറഞ്ഞ അടുത്ത്. അപ്പം അവരുടെ എൻജോയ്മെന്റ് എൻ്റെ പ്രൈവസി രണ്ടെണ്ണം. അത് അപ്പോൾ അവരെന്നോട് പറഞ്ഞ മര്യാദയാണ് പറഞ്ഞത്. എന്ത് മര്യാദ അത്? ഞങ്ങൾക്ക് ബർത്ത്ഡേ പരിപാടികളുണ്ട്, ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണ്ടേ, ഞങ്ങളുടെ സമയം നോക്കണ്ടേന്ന് പറഞ്ഞു. അവർക്ക് 12 മണി, എനിക്ക് 10 മണിക്ക് ഇറങ്ങിയിട്ട് നാളെ രാവിലെ 7 മണിക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതായത് ഒരു മനസ്സിലാക്കണം, അതായത് പാർട്ടി കാര്യങ്ങൾ ഓക്കെ, വീക്കെൻഡ് ആണ് ഓക്കെ, പക്ഷെ അത് അത്രയും സൗണ്ട് കാര്യം കൂട്ടി ബാക്കിയുള്ളവരെ ചുറ്റുവട്ടത്തുള്ളവരെ ഞാൻ 2 പ്രാവശ്യം പോലീസിനെ വിളിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ട് മാത്രം. അവർ പറഞ്ഞത് അടുത്ത പ്രാവശ്യം പരാതി തരാമെന്നൊക്കെ 500 യൂറോ ഫൈൻ തരാമെന്ന് പറഞ്ഞു, അവർ കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയി നോക്കി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് പോലീസിനെ വിളിക്കണമെന്ന് ആഗ്രഹം ഒട്ടുമില്ല, പക്ഷെ എൻ്റെ സ്പേസിൽ സിറ്റുവേഷനോട് ചെയ്തു പോകുന്നതാണ് ഇവിടുത്തെ കാര്യം. അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിന് വേണ്ടിയുള്ള എത്രയോ സിറ്റുവേഷൻസ് ഉണ്ടായിട്ട്. ഇന്നാളെ ഈ ഒരു ദിവസം ഞങ്ങൾ താഴെ സ്ട്രീറ്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ഈ ഒരു ഫിൽസയിൽ തന്നെ ഒച്ചത്തിലായിപ്പോയി, മുകളിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചു, നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചു. അപ്പോൾ അവർ ഉറക്കത്തിൽ എണീറ്റ് വന്ന് വെള്ളം തിളപ്പിക്കാൻ വന്നൊരു സമയമുണ്ടല്ലോ, അവർക്ക് അത്രയും നേരം നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയത് ഒരു കേട്ടുണ്ടാവും. ആദ്യം കുറച്ച് ക്ഷമിച്ച് പിന്നെ ആയിരിക്കും വെള്ളം തിളപ്പിച്ച് ഒഴിക്കാനുള്ള ഒരു ഇത് വരുന്നത്. ദേഷ്യം വരുന്നില്ല പിന്നെ ആർക്കായാലും. ഇവിടെ ഉള്ള ആൾക്കാരാണ് നേരത്തെ ഉറങ്ങുന്നവരാണ്, നമ്മളെ നാട്ടിലത്തെ പോലെ അല്ല ഇത്. ഒരു 9-10 മണിയാകുമ്പോ ഒരു കിടന്നുറങ്ങും, രാവിലെ നേരത്തെ എണീക്കും, ഒരു കറക്റ്റ് ആ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരാണ്. ശരിയാണ്. ഇതിൽ നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോകുമെങ്കിലും ഇതിന് സർട്ടൻ ഒരു അടിസ്ഥാനം വേണ്ടേ. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇതിങ്ങനെ ചെയ്യരുത്. ഇപ്പം ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ പാരാമെട്രൈസ്ഡാണ്, എന്ന് വെച്ചാൽ അഭിനയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അഭിനയം തന്നെ തോന്നണം. അതായത് ഡയറക്റ്റ് പേരെടുത്ത് മനസ്സിലാവണം. ഇപ്പൊ ചില ആൾക്കാർ പറയും ഇത് എന്നെയാണല്ലോ വച്ചമ്പി എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഞാൻ ഇടയ്ക്കൊരു സ്റ്റഡീസ് കണ്ടായിരുന്നു, യാൻ ഗേൽ എന്ന് പറഞ്ഞിട്ടൊരു ഡാനിഷ് ആർക്കിടെക്റ്റിൻ്റെ. അദ്ദേഹത്തിൻ്റെ ലൈഫ് ബിറ്റ്വീൻ ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ഒരു റിസർച്ച് പേപ്പറുണ്ട്. അത് പറയുന്നത് വെച്ചാൽ സിറ്റികളെ പറ്റിയിട്ടാണ് കൂടുതലും പറയുന്നത്. എന്ന് വെച്ചാൽ സിറ്റികൾ കൂടുതൽ ഉണ്ടാക്കിക്കുന്നതിന് ട്രാൻസ്പോർട്ടേഷനും വാക്കിങ്ങിനുമാണ്, താമസിക്കാൻ വേണ്ടിയിട്ടാണ്. ആ താമസിക്കുന്നതിനിടയിലുള്ള ലൈഫ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങുകൾ നമ്മളുടെ ഈ ബിറ്റ്വീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ സ്ട്രീറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ബാധിച്ചിരിക്കും. പബ്ലിക് സ്പേസിനെ പോലെ ഇരിക്കും. അതേപോലെ തന്നെ നമ്മൾ പബ്ലിക് സ്പേസ് നമ്മൾ എത്രമാത്രം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തു, സ്ട്രീറ്റുകൾ ഡിസൈൻ മൈൻഡിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളിപ്പോ യൂറോപ്യൻ സിറ്റിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ സംഭവം നോക്കുമ്പോൾ ചെറിയൊരു സാധാ ഒരു റോഡ്, കട്ട് റോഡ് ആയിരിക്കാം, പക്ഷെ അതിലെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം അദ്ദേഹം കാറ്റഗറൈസ് ചെയ്യുന്ന 3 കാറ്റഗറീസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നെസസറി ആയിട്ട് ചെയ്യേണ്ട കാര്യം, നെസസറി ആക്ടിവിറ്റീസിൻ്റെ കാര്യം പറഞ്ഞത്. ഒന്ന് നെസസറി ആയിട്ട് ചെയ്യേണ്ട ഒന്ന് എന്ന് വെച്ചാൽ ഓപ്ഷണലാണ്. മൂന്നാമത് നമ്മൾ കമ്മ്യൂണൽ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നെസസറി എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ പണിക്ക് പോകണം, അതിപ്പോൾ നടന്നായിരിക്കാം, സൈക്കിളിലായിരിക്കാം, ബസ്സിലാവാം, ബൈക്കിലാവാം, എന്തും ആവാം. എങ്ങനെ പോയാലും നമ്മളുടെ രാവിലത്തെ മൂഡ് തുടങ്ങുന്നത് മോശം കൊണ്ടാവരുത്. ഇപ്പോൾ ഉദാഹരണം അബിൻ ഷോപ്പിലേക്ക് പോകുന്നത് നടന്നിട്ടാണ്, അത് സ്ട്രീറ്റിൽ ഏകദേശം 3 കിലോമീറ്ററാണ് നടക്കുന്നത്. ആ 2 കിലോമീറ്റർ നടക്കുന്നിടത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് നടക്കാൻ ഇഷ്ടമാണ്. ഒരു പാട്ട് നടന്നു പോകുമ്പോൾ ചില പാർക്കുണ്ട്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കാരണം നമ്മുടെ വഴിയിൽ ഒരു തടസ്സമില്ല, നമുക്ക് വഴിയിലൊരു കുഴിയില്ല, ഡീവിയേറ്റഡ് പോകേണ്ട ആവശ്യമില്ല, കൂടുതൽ സ്ട്രെസ്. അതുമല്ല നടന്നു പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. നടന്നു ആൾക്കാർ സെപ്പറേറ്റ് വാക്കിംഗ് പെഡസ്ട്രിയൻ പാത്ത് ഉണ്ട്. അവിടെ ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ പോകാം. സൈക്കിളിൽ പോകുന്ന വേറെ തന്നെ ഒരിക്കലും ബെല്ലടിക്കാൻ നിൽക്കുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ രാവിലെ എണീറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ വർക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അത് അവിടെ കാണിക്കും. എന്തായാലും രാവിലെ തന്നെ ആ
ദിവസം മൊത്തം ആ ഒരു മൂഡ് ഡിപ്പെൻഡ് ചെയ്താണ് എന്തായാലും ഉണ്ടാവുക. ഇപ്പം നമ്മളിപ്പോൾ ഈ ആംസ്റ്റർഡാമിൽ പോയതാണ് കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം ആംസ്റ്റർഡാമിൽ നമ്മൾ പോയപ്പം അവിടുത്തെ സൈക്കിൾ പാത്ത് ഉണ്ട്, സൈക്കിൾ മാത്രം കുന്നുകൂട്ടിയിട്ടേക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അതിനുവേണ്ടി മാത്രം ഒരു പാർക്കിംഗ്. എന്നുവെച്ചാൽ കാറുകൾക്കാവില്ല അത്രയും പാർക്കിംഗ് ഇല്ല, സൈക്കിളിന് വേണ്ടി ഇങ്ങനെ അട്ടി എടുക്കുക, ഒരു ലെയർ പോലെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു. റോട്ടർഡാമിൽ എല്ലായിടത്തും ഉണ്ട്, ആംസ്റ്റർഡാമിലുണ്ട്, റോട്ടർഡാമിലുണ്ട്. അപ്പോൾ പൊതുവെ ആംസ്റ്റർഡാമിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി, അത് സൈക്കിൾ സംസ്കാരമാണ് അവിടെ കൂടുതലും. എല്ലാവരും കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്ത് ആക്ടിവിറ്റീസ് ചെയ്ത് കൂടുതൽ ഹെൽത്തിനും നല്ലൊരു കാര്യമാണല്ലോ. അപ്പം അതിനുവേണ്ടി ഉണ്ടാക്കിയ പെഡസ്ട്രിയൻ സൈക്കിൾ പാത്ത് ഉണ്ട്. ആ സൈക്കിൾ പാത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ വരുന്ന വെച്ചോ നമ്മൾ ഇടിച്ചാലും കേസില്ല. അല്ല, അവർ നിർത്തത്തില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ ബെല്ലടിച്ചങ്ങ് പോകത്തുള്ളൂ. അവർ ചിലപ്പോൾ ചില ആൾക്കാർ ബെല്ല് പഠിക്കത്തില്ല, ഇടിച്ചിട്ട് പോകും. എന്നാലും ഒരു ദിവസം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ തട്ടിയിട്ട് പോയിട്ടുണ്ട്, പ്രശ്നം നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നടക്കുന്നത് അയാളുടെ സ്പേസിലേക്ക് കയറാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ നെസസറി ആക്ടിവിറ്റീസ്. പിന്നെ പറഞ്ഞ അത് എന്തായാലും പോയി ഓപ്ഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ പബ്ലിക് സ്പേസ് കൊള്ളാമെങ്കിൽ, അതായത് സ്ഥലം കൊള്ളാമെങ്കിൽ നമുക്ക് പോയിരുന്ന കോഫി കുടിക്കാം എന്ന് പറഞ്ഞ ഒരു മൂഡ്, ഒരു സ്ട്രോളിന് പോകുന്നു, അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ടൊരു പാർക്കിൽ പോയത് ഇങ്ങനെ സമാധാനത്തിരിക്കണം. ചില ആൾക്കാർ യോഗ ചെയ്യാൻ പാർക്കിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊള്ളാമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിന്നാൽ മതി. വീട്ടിൽ ചായ കുടിച്ചാലും പറ്റും. പക്ഷേ ചായ ഉണ്ടാക്കി പുറത്ത് പോയിരുന്ന് കഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റും. ബൈ സ്മെല്ലാണെങ്കിലോ കുറച്ച് ജസ്റ്റ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ വെച്ചാൽ ഒരുപാട് റിലാക്സേഷൻ തരും നമുക്ക്, മൈൻഡ് ഒന്ന് ഫ്രീ ആയി, ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി. പിന്നെ പറഞ്ഞാല് അവിടുന്ന് ആയിരിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലും ഫ്രണ്ട്സിനും ആൾക്കാരെ മീറ്റ് ചെയ്യാം, കമ്മ്യൂണൽ ഗ്യാതറിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പോവാം. ചിലപ്പം ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിലേക്ക് പോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തുക. അപ്പോൾ ഇന്ന് ഈ 3 കാറ്റഗറിയിലെ ആൾക്കാരാണ് കൂടുതലും പൊതുവേ ആക്ടിവിറ്റീസിന് പുറത്തിറങ്ങുന്നത്, പബ്ലിക് സ്പേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പബ്ലിക് സ്പേസ് യൂസ് ചെയ്യുമ്പോൾ പബ്ലിക് സ്പേസ് മോശമാണെങ്കിൽ അവർക്ക് എന്തായാലും അതിൽ പോകാൻ പറ്റില്ല, ഒതുങ്ങി കൂടുതലായിരിക്കും കൂടുതൽ ആൾക്കാരും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഈവനിങ് വാക്ക് സ്ട്രോളുകൾ ഇല്ലാത്ത, അത് സിറ്റി ലൈഫിലുണ്ടാകും, പക്ഷെ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും അതില്ല. നമ്മൾ നടക്കണമെങ്കിൽ റോഡിൽ കൂടെ നടക്കണം. എത്ര പേര് വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട്, പ്രഭാത സവാരിക്കരെ വണ്ടി ഇടിച്ച് മരിച്ചു, എത്ര പേരുണ്ട്, ഒരുപാട് കേൾക്കുന്ന ന്യൂസാണത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പറഞ്ഞ അപ്പുറം കുറച്ച് പൊന്തക്കാടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചാടി ഇന്നാളെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലെ ആൾക്ക് നടക്കാറില്ല, രാത്രി നടക്കാറില്ല, എന്തെങ്കിലും ഇഴഞ്ഞെന്തെങ്കിലും ഉണ്ടാവും. അവർക്ക് സ്പെസിഫിക് സ്പോട്ടൊന്നുമില്ല, അവർ നടക്കുകയാണെങ്കിൽ ഓരം ചേർന്ന് നടക്കണം. അപ്പോൾ ചിലപ്പോൾ അവിടെ കാടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും കുഴി അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവും. എത്രയും പേർക്ക് അങ്ങനെ അപകടം ഉണ്ടാവും. വേസ്റ്റ് കണ്ടെങ്കിൽ ചിലപ്പോൾ ചാടുന്ന സമയത്തായിരിക്കും വല്ല വണ്ടി കാര്യമാകുന്നത്. ഞാൻ ഈ പറഞ്ഞ ട്രാഫിക് അവയർനെസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്പെസിഫിക്കായിട്ട് ഞാൻ വീഡിയോ എടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ രാത്രി നടക്കുന്ന ഒരാളെ സംബന്ധിച്ച്, റിഫ്ലക്ഷൻ ഇല്ലാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെ കാണത്തില്ല, കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അടുത്തെത്തുമ്പോഴായിരിക്കും ആൾ നല്ല സ്പീഡ് വരുന്ന ഒരാൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല ആ സമയത്തായിട്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ നടക്കും, നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ, നിങ്ങൾക്ക് ലൈറ്റ് ഇല്ല എന്ന് ചോദിക്കുന്നത്. അതങ്ങനെയാണ്, ഒന്നിട്ട് റിഫ്ലക്ട് ഇട്ടിറങ്ങാം. അപ്പം പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കൊരു സെപ്പറേറ്റ് പാത്തില്ല. അതാണ് എല്ലാവരും കൂടി ജസ്റ്റ് എല്ലാം നോക്കി കണ്ട് ഉപയോഗിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ മൂഡ് എങ്ങനെ ഇരിക്കും ശരിക്കും, നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഈ ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഇന്ത്യക്കാരെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഇന്ത്യ എന്നോ കേരളത്തിൽ പറഞ്ഞില്ല. ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇല്ല നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ശരി, ഒരുപാട് സ്ഥലങ്ങൾ പലയിടത്തുള്ളതാണ്. അത് ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് കാണുന്നത് അത് ആ വ്യക്തികൾ യൂറോപ്പിലോ അങ്ങനെ എവിടെയെങ്കിലും പുറം രാജ്യങ്ങളിൽ എത്തുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ അതെ. ഈ ഇപ്പം പുറം രാജ്യത്ത് പോയ ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ ദുബായിലൊക്കെ ആൾക്കാരുണ്ട്. അവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ്റർനാഷണൽ ആണെങ്കിലും അവർക്ക് വണ്ടിയുടെ ഈ പറഞ്ഞ റൂളുകളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ നാളെ ദിവസം അവിടെ പോയപ്പോൾ എന്താ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു ഇതാണ് റൂള്. എന്തിനാണെന്ന് വെച്ചാൽ അറിയത്തില്ല, കാരണം അപ്പുറത്തെ അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും റൂളുകളൊന്നും അറിയത്തില്ല. അപ്പം ഈ വിദേശത്ത് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും അഡോപ്റ്റ് ചെയ്യുന്നു ആ സിറ്റുവേഷനിൽ. അപ്പം ഞാൻ ഇന്നാൾ യൂറോപ്പിൽ ഡ്രൈവിങ് നാട്ടിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചില പറയാം, അത് പറയാം ഇതൊന്നും ചെയ്യില്ല, വണ്ടി ഇടിച്ച് ആവുമെന്ന് പറഞ്ഞിട്ട് അടുത്ത്. അപ്പോൾ നമ്മൾ ചെയ്യാനും ശ്രമിക്കുന്നില്ല, ഒരാൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, കാരണം നാട്ടിലുള്ളവർക്ക് ക്ഷമയില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ റോഡ് ചെയ്യണ്ട, സീറ്റ് ബെൽറ്റ് ഇടുന്നു. അപ്പം ഞാൻ വണ്ടി കയറിയ സീറ്റ് ബെൽറ്റ് വലിയ എന്താ കളിയാക്കലുണ്ട്, പരിഷ്കാരി ആ ഒരു സാധനം, അങ്ങനത്തെ സാധനം പറയുന്നത് നമ്മൾ കളിയാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിലിരിക്കുമ്പോഴും സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട്. അപ്പോൾ എന്തിനാ അങ്ങനെ? നല്ല ദിവസം ഒരു വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് പോലില്ല, എന്നുവെച്ചാൽ ബക്കിളില്ല, ആ ഓടിക്കുന്ന ഡ്രൈവറും നല്ല രസമായിരിക്കും. അതൊക്കെ വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇതൊക്കെ ഒരുപാട് മൊത്തത്തിൽ ഒരാളെ
അതെ എത്തേണ്ടി വരുമ്പോൾ എന്തായാലും ബാധിക്കുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സ്ട്രീറ്റ് ഡിസൈനാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിഹേവിയർ. അതായത് നമ്മുടെ രാജ്യം അങ്ങനെ ഒരു സ്ട്രീറ്റ് ഡിസൈനിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ബാഴ്സലോണ പോലുള്ള സിറ്റികളൊന്നും ഇന്ത്യയിൽ സ്വപ്നം കാണാൻ പറ്റില്ല. കാരണം അതിന് ഒരുപാട് സപ്പോർട്ടുകൾ വേണം, അതുമല്ല നല്ല ഡിസൈനേഴ്സ് വേണം, സ്പേസ് വേണം. പക്ഷേ ഇത് നടക്കുന്നു. സ്ഥലങ്ങളൊക്കെ വെച്ചാൽ മെയിനായിട്ട് ഇപ്പോൾ ഈ സിറ്റീസ് എന്ന് പറയുന്നത് ആൾക്കാർ പോകുന്ന തന്നെ ഓരോ സ്ട്രീറ്റിലും ഓരോ സിറ്റിയിലും ആർക്കിടെക്ചർ കാണാനാണ്. അതെ അതെ അതെ. ഈ ആർക്കിടെക്ചർ കണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഇപ്പൊ ആ ഒരു ട്രിപ്പിന് പോയാൽ എന്താണ്, ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം റോഡ് ട്രിപ്പ് പോയ സമയത്തൊക്കെ ഏത് സിറ്റി പോയാലും നമ്മള് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്തത് പഴയ ബിൽഡിങ് കാര്യങ്ങൾ, അതേപോലെ ആ ഒരു ആർക്കിടെക്ചറിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു എന്റർടൈൻമെന്റിലേക്ക് നമ്മൾ തിരിയുന്നുള്ളൂ. ഇപ്പോൾ ചില സ്ട്രീറ്റുകളല്ല നമ്മൾ ഫോട്ടോ എടുത്തിടുമ്പോൾ ആൾക്കാർ ഇത്രയും വൃത്തിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മളിത് കണ്ട് പരിചയമായി, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫോട്ടോ ഇടാൻ പറ്റില്ല. എന്നാലും ഞാൻ ജർമ്മനിലൊരു അവിടെ പോയപ്പം ലാറ്റിനിൽ നിൽക്കുന്ന ഒരാൾ ചോദിച്ചത് ഈ സ്ഥലം നല്ല രസമുണ്ടല്ലോ എന്ന്. കാരണം അതിൽ ഇവിടെ കാണുന്നതിനെക്കാട്ട് ഭംഗിയുണ്ട് അവിടെ കാണാൻ. അപ്പം വൃത്തിയുടെ കാര്യം ഒന്ന് ഭയങ്കരമായ നമുക്ക് ഇപ്പം നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ യൂട്യൂബ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഹിറ്റായി കഴിഞ്ഞാൽ പോയി, ആ പ്രകൃതി ഭംഗി പോയി. അവിടെ ആദ്യം പിന്നെ ഫസ്റ്റ് പിന്നെ രണ്ടാമത് വരാമോ കുറച്ച് ഷോപ്പ് കാര്യങ്ങളാണ് ഫുഡിന്റെ. അത് അവിടെ തന്നെ കഴിക്കും. നമ്മൾ എന്ത് ചെയ്യും, നേരെ അവിടെ തന്നെ ഡംപ് ചെയ്യാണ്. അത് വേസ്റ്റ് ബിന്ന് കുറച്ച് ചിലപ്പോ ഒന്ന് ഒരു മിനിറ്റ് നടന്നാൽ ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ അങ്ങനെ ആൾക്കാർ അങ്ങനെയല്ല. ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ വ്യത്യാസം, ചിലപ്പോ ഇവര് പുറത്തു പോയി ഒരു പാർക്കോ കാര്യം പോയി കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ സമ്മറിലാണെങ്കിൽ നല്ലോണം ഐസ്ക്രീം കഴിക്കും. ഇവരവിടെ ഇടുന്നില്ല, വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലെങ്കിൽ നേരെ ബാഗിൽ എടുത്തു. എന്നിട്ട് എപ്പോഴാണോ അടുത്ത വേസ്റ്റ് ബിന്ന് കാണുന്നത് അവിടെ ഒന്നായിട്ട് ഇവര് കൊണ്ടിടാണ്. ഇപ്പൊ ജാപ്പനീസിൽ അവരുടെ ഒരു സംസ്കാരം എന്ന് വെച്ചാൽ ടേക്ക് യുവർ ഗാർബേജ് ഹോം എന്നാണ്. വീട്ടിൽ കൊണ്ടുവരണം. അത് വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് മുനിസിപ്പാലിറ്റി ട്രക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ പബ്ലിക് സ്പേസിൽ നിങ്ങൾ വേസ്റ്റ് കൊണ്ടുവരാൻ ചിലപ്പോൾ അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ടാവത്തില്ല. അതാണ് സംസ്കാരം. അവർ കൊണ്ടുവരുന്ന സാധനം അതേപോലെ എത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിട്ട് അത്ര. പക്ഷെ നമ്മളെ നാട്ടിലെ ചിലത് തീരെ ചെയ്യില്ല. എന്നാലും ഒരു കൊച്ചുകുട്ടി, ഞാൻ എൻ്റെ യൂർമല ബീച്ചിൽ പോയപ്പോഴാണ്, അവിടെ പോയപ്പം ഒരു പഴം കഴിച്ചു. കൊച്ചുകുട്ടിയാന്ന് ആലോചിച്ചോ. അവിടെ നിന്ന് തൊട്ടടുത്തൊന്നും ഈ പറഞ്ഞ ഡസ്റ്റ്ബിൻ ഒന്നുമില്ല. ആ കൊച്ച് പോയി അത്രയും നാല് നടക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. അവർക്കത് വേണമെങ്കിൽ അവിടെ നിന്ന് കളയാം. ആരും നോക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതില്ല, ഇതൊരു സോഷ്യൽ കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞാൽ, വോളണ്ടറിൽ എടുക്കുന്ന സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇപ്പോൾ പറയാം ഇങ്ങനെ നോക്കിയിട്ട് ക്യാമറ ആരെങ്കിലും നോക്കുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ ഇടും. ഇനിയിപ്പോ ആരും ഇല്ലെങ്കിൽ സ്വയം എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി പോലും സോഷ്യൽ കോൺട്രാക്ട് ഉണ്ട്. ഇപ്പം എൻ്റെ മോള് ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ കൊണ്ടിടുന്നത് ഗാർബേജ് ട്രാഷാണ്. ഇപ്പോൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെങ്കിലും കൊള്ളത്തില്ലെങ്കിലും താഴെ വീണാൽ കൊണ്ട് കളയാം. വേസ്റ്റ് ആയിന്നുണ്ടെങ്കിൽ എവിടെ ഇടണം അത് ഓൾറെഡി അത് ചെറുപ്പത്തിൽ കൊണ്ടുവരുന്നത് എത്ര നല്ലതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ടീച്ചേഴ്സിനോടാണ്. ഒന്നുകിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് വീട്ടിൽ നിന്ന് എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം വീട്ടിൽ അങ്ങനെ സാധനം ഇല്ല, ഡസ്റ്റ്ബിന്നില്ല വീട്ടിൽ, എല്ലാവരും കൊണ്ട് പുറത്തുള്ളതല്ലേ. ഞാൻ ശ്രദ്ധിക്കുന്ന ഇപ്പോഴടുത്താ ഞാൻ നോക്കിയിട്ട് സാധനം കൊണ്ടുവരുന്ന കൈ കിട്ടിയപ്പം ഇതെവിടെ കളയാന്ന് പറഞ്ഞാൽ കളഞ്ഞേക്കാന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതല്ല, അപ്പം സ്കൂളുകളിലാണ് കുറച്ചുകൂടെ സ്ട്രക്ചർ ആക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ സ്കൂളുകൾ കണ്ടിട്ടുണ്ടോ, പിള്ളേർ നിരനിരയായിട്ട് പോകുന്നത് ഒരു വെസ്റ്റ് ഇട്ടിട്ടാണ് പോണേ. റിഫ്ലക്ടർ വെസ്റ്റ് ഇട്ട് ഇതൊരു സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ അത് ആ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും അതിട്ടിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ സ്കൂൾ വിട്ട് എന്താ? പക്ഷെ ഇത് പറഞ്ഞാൽ 2-3 വയസ്സുള്ള കുട്ടികൾ നമ്മളെ നാട്ടിലെന്താ പരന്ന് ഓടുക ചെയ്യാം, ഫുള്ള് കാക്കക്കൂട്ടത്തിന് കല്ലെറിഞ്ഞ പോലെ. പക്ഷെ ഇവരാണ് കറക്റ്റ് ഒരു ലൈനിലായിരിക്കും പോവാ. എന്താണോ ടീച്ചർ പറയുന്നത് അതെന്ന് പറഞ്ഞനുസരിച്ച് ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ നേരാണെങ്കിൽ നേരെ, ആ കറക്റ്റ് ഇതിലാണ് അവർ പോകുന്നത്. ആ സംസ്കാരം യൂറോപ്പിലായി തുടങ്ങി. ചെതറി പോകുന്നത് ഉത്സവങ്ങളൊക്കെ യൂറോപ്പിലേക്ക് വന്നു തുടങ്ങി. ഓരോ കൾച്ചർ, തമിഴ് കൾച്ചർ, നോർത്തിനേക്കാളും ശല്യമാണ് ജീവിക്കാൻ. ഇപ്പൊ ഈ അടുത്തുള്ള ഒരു ന്യൂസ്, അത് വൈറലായിരുന്നു ഈ ഒരു സംഭവം. അതായത് UK എന്തോ ഒരു പബ്ബിൽ നടന്ന ഒരു കേസ്. ഒരു ഇന്ത്യക്കാരൻ പോയി, അതായത് പെണ്ണ് ജസ്റ്റ് ഡാൻസ് കളിക്കുന്നുണ്ട്, എല്ലാവരും ഡാൻസ് കളിക്കുന്ന പോലെ തന്നെ. ഇവൻ പോയിട്ട് ജസ്റ്റ് ഒരു ഹായിയോ കാര്യമോ ഒന്നും പറയുന്നു, ജസ്റ്റ് നേരെ ബാക്ക് പോയി അറിയാം അവിടെ ഇവിടെയൊക്കെ തൊട്ടിതാക്കി അങ്ങനെ ഇവിടെ നേരെ അത് പോസ്റ്റ് ചെയ്ത് അത് വൈറലായി. കാരണം സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മളൊരു ചെയ്യുന്ന കാര്യം കൊണ്ട് ഇന്ത്യക്കാരെന്നുള്ള പേര് അവിടെ പടരുന്നുള്ളൂ, അല്ലാണ്ട് ഈ ഒരു വ്യക്തി ഓന്റെ പേര് എന്തായിക്കോട്ടെ അതവിടെ പടരുന്നില്ല. ഇന്ത്യക്കാരി കണ്ട പാകിസ്ഥാനി ഇത് ശ്രീലങ്ക അതൊക്കെ വരുന്ന ഇന്ത്യയിലാണ്. അവസാനം ഇന്ത്യക്കാരന്റെ മൊത്തത്തിലാണ്. ഇപ്പം ആ ഒരു സംഭവത്തിന് ശേഷം എത്രയോ പ്രാവശ്യം പബ്ബിൽ നമ്മളെ ബ്ലോക്ക് ചെയ്തു. ഇപ്പം ഫുഡ് ഡെലിവറിക്ക്
നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പറഞ്ഞ എടുത്തു കഴിക്കുന്ന സംസ്കാരമൊക്കെ നാട്ടിലുണ്ട്. പല കൊണ്ടുപോയത് കുറച്ച് അതിൽ കട്ട് ചെയ്ത് കുറച്ച് എടുത്ത് കഴിക്കുന്ന പരിപാടി. അപ്പോൾ ഇന്നാളെ ഒരു ഇതേപോലെ സംഭവം നടന്നില്ലേ? ആ സംഭവം നടന്നതിന് ശേഷം പിന്നെ എത്രയോ പ്രാവശ്യം ഹൈജീൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഹൈജീന്റെ ടെസ്റ്റ് വരെ ബോൾട്ട് ഒരു ടെസ്റ്റും കാര്യമില്ലാത്ത സമയത്ത് ഒറ്റയടിക്ക് ബോൾട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹൈജീൻ എക്സാം പാസ്സായാൽ മാത്രമേ പറ്റുള്ളൂ. അത് പറഞ്ഞാൽ ഇന്ത്യക്കാർ കാരണം ബാക്കിയുള്ള കൺട്രീസിനും ഈ എക്സാം എഴുതേണ്ട അവസ്ഥയായി മൊത്തത്തിൽ. ഇനിയിപ്പോൾ കുറേയൊക്കെ ട്രാവലും യൂട്യൂബൊക്കെ ഉണ്ടായതിനു ശേഷം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി സൗത്ത് ആണോ നോർത്ത് ആണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് നമ്മളെ റെസ്റ്റോറൻറ്റിൽ. അതിപ്പോ അവിടെ എല്ലാവർക്കും അറിയാം ഇത് കേരളത്തിൽ നിന്നാണ്. ഒരു ഇന്ത്യക്കാരെ കണ്ടാൽ മനസ്സിലാവും അത് കേരള അല്ലാത്ത കേരളം. ഇവർക്ക് പോലും മനസ്സിലായി തുടങ്ങി. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്, ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി വന്നിട്ട് ആദ്യം ടേബിൾ നോക്കി. ടേബിൾ നോക്കിയപ്പോൾ ആരും ഫ്രീ ആയില്ല. അപ്പോൾ ഫ്രീ ആവാതെ വന്നപ്പം അവർ ചോദിച്ചു, അപ്പോൾ പറഞ്ഞ റിസർവ്ഡ് ആണ്, എല്ലാം റിസർവ്ഡ് ആണ്. ഇവിടുത്തെ യൂറോപ്യൻസ് അല്ലെങ്കിൽ നമുക്ക് യൂറോപ്യൻ റെസ്റ്റോറൻറ്റ്സിൽ എവിടെയും നമ്മളൊരു ടേബിൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളാണ്, നമ്മൾ എണീക്കുന്നത് വരെ. ഫുഡ് കഴിച്ചാൽ ഇത്ര ടൈം ഒന്നും ഒരിക്കലും നിങ്ങൾ കഴിച്ചാൽ ഞാൻ ജർമ്മനി പോയിട്ട് ഒരു ഐസ്ക്രീമിന്റെ €3 ഐസ്ക്രീം വാങ്ങിച്ച് അവിടെ ഇരുന്നത് ഞാൻ അരമണിക്കൂറാണ്. എന്നാൽ അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരൊന്നും ചോദിക്കില്ല കയ്യാനായി എണീച്ച് പോകണം ആരും ഒന്നും പറയുന്നില്ല. ആ ഫാമിലി എന്നിട്ട് പറയാ അവരെടുത്ത് കഴിഞ്ഞല്ലോ, വെയിറ്റേഴ്സിനോട് ചോദിച്ച ചോദ്യം വെച്ചാല് ഒരു കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നൂടെ. പക്ഷെ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പറ്റില്ല. കാരണം ഒരാളെ ഫുഡ് കഴിച്ച് ബില്ല് അടിച്ചെന്ന് വെച്ചിട്ട് എണീപ്പിച്ച് വിടാൻ പറ്റൂല. പക്ഷെ അവർ അവിടെ അപ്പോഴും വെയിറ്റ് ചെയ്ത് ഇവർ എണീച്ച് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പം തന്നെ നേരെ എന്ത് ചെയ്ത് ചാടി കയറിയിരുന്ന്. ഇത് നമ്മളെ നാട്ടില് ജസ്റ്റ് എവിടെങ്കിലും ചെറിയൊരു ഹോട്ടലിൽ പോയ പോലെ ചാടി കയറി അവിടെ അങ്ങനെ അവരിതാ ചെയ്യുന്നത്. ഇപ്പം ഞാൻ തുരുവ ഇതേപോലെ സാധനം തുരുവ ഹോസ്റ്റലിൽ ഞാൻ ഒരു പയ്യനെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ കോളേജുകാർ ഹോസ്റ്റൽ അലോക്കേറ്റ് ചെയ്തു. ബെഡും പറഞ്ഞു ഓക്കെ ബങ്ക് ബെഡിൽ മുകളിലത്തെ ആണെന്ന് പറഞ്ഞു. പക്ഷെ റൂമിലേക്ക് എന്താ പോകുന്നത് ഭയങ്കര രസമായിരുന്നു. സ്മെല്ല് ഒന്നൊരു കാര്യം ഭയങ്കരമായ സ്മെല്ല്. നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലൊരു പാത്രത്തിൽ എന്തോ ഒന്ന് ചീഞ്ഞ് ആരെ പുഴുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് റൂമിൽ ചെന്നപ്പോൾ ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ കുക്കറിൽ നിന്ന് പ്ലേറ്റില്ലാതിരിക്കും, കുക്കറിൽ അതേപോലെയാണ് ചോറുണ്ട് അതിനകത്ത് കറി ഒഴിച്ചിട്ട് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മിണ്ടൊന്നുമില്ല, നമ്മൾ വീഡിയോ ചെയ്തു തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ റൂം ബെഡ് അപ്പോൾ നമ്മുടെ എന്ത് പെട്ടി ഇരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടി മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. അവിടെ ഒരാളുണ്ടായിരുന്നു, അയാൾ നാട്ടിൽ പോയേക്കാണ്, അത് തരാൻ പറ്റത്തില്ല. അവരെന്തിനാ റൂം വന്നിരുന്നു, കോളേജുകാരിന്ന് റൂം വന്നിരുന്നു. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ചോദിച്ചു പറയാം അവൻ ഫീസ് 3 മാസമായിട്ട് അടച്ചിട്ടില്ല, അവനിവിടെ ഇല്ല, അവൻ നാട്ടിൽ പോയേക്കാം. പിന്നെ ഞങ്ങൾ എന്ത് റൂം അതിന് ആവശ്യമില്ലല്ലോ. കാരണം കോളേജുകാർ അവൻ്റെ റിസർവ് എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നുമല്ലോ. അപ്പം അവിടെ പോയി നമ്മളടുത്ത് പറയാണ് തരാൻ പറ്റില്ല ഇറങ്ങി പോകാൻ. എന്ത് മര്യാദ ഇത്. പിന്നെ അതുപോലെ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം പറയാൻ ഇടിച്ച് കയറി വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് കയറുക, മോശമാണ്. ക്യൂ സിസ്റ്റം ഇവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ജസ്റ്റ് എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. എത്ര തിരക്കുള്ളവനാണെങ്കിലും എത്ര പൈസക്കാരാണെങ്കിലും ചിലപ്പോൾ ലോക്കൽ ട്രാൻസ്പോർട്ടിലായിരിക്കും പോവാം. പക്ഷെ ആളിറങ്ങി കഴിഞ്ഞിട്ടേ കയറുള്ളൂ. അത് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. കാരണം ഇവിടെയുള്ള ഒരു ബസ് നിർത്തുന്ന സമയത്ത് കയറാനുള്ള ആൾക്കാർ 2 സൈഡിലാണ് ഡോറിന്റെ നിൽക്കുക, ഇങ്ങനെ നിൽക്കും കയറാൻ. ഒരു ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് നമ്മൾ കയറും. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരെന്താ ചെയ്യാറിയോ, നേരെ പോയി നേരെ മുന്നിൽ. ഞാൻ പ്രാവശ്യം കേട്ടിരിക്കുന്നത്, അതായത് ഒരാൾ നേരെ ഇറങ്ങുന്നതിന്റെ മുന്നേ ഒരു സ്റ്റുഡന്റ് പോയി നിന്ന് നല്ല റഷ്യനിൽ അയാൾ എന്തോ കഴുതെന്ന് തെറിയും വിളിച്ചിട്ടാണ് പോയത്. കാരണം ഇവർക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് സ്മൂത്ത് ആയിട്ട് അവിടെ ബസ് ആൾക്കാർ ഇറങ്ങുന്നു കയറുന്നു പെട്ടെന്ന് അവിടെ കഴിയാണ്. ഇത് പറഞ്ഞാൽ അവിടെ നേരെ മുന്നിൽ കയറി ഇരുന്നാൽ ഇവർക്ക് കയറാൻ പറ്റുന്ന കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യണം, പ്രശ്നം ഉണ്ടാക്കാണ്. ഈ പറഞ്ഞ എന്ന് വെച്ചാൽ ഒരു സ്മൂത്ത് ട്രാഫിക് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല റോഡ് ട്രാഫിക്കും ഇതുപോലെ തന്നെയാണ് സിറ്റുവേഷൻ. നമ്മുടെ നാട്ടിൽ 8 വരി പാതയോ ഇനി 16 20 വന്നോട്ടെ, ഈ പറഞ്ഞ ട്രാഫിക് അതേപോലെ ഉണ്ടാവും. നമ്മുടെ ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല, കംപ്ലീറ്റ്ലി സീറോ ആണ്. ഇപ്പം സ്പീഡ് ട്രാക്ക് ഉണ്ട് അല്ലാത്തതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് അറിയാത്തൊന്നുമല്ലേ. പറഞ്ഞ് ദുബായിലും അവിടെയൊക്കെ പോയ ആൾക്കാർ തന്നെ ഈ പറഞ്ഞ് അവർ പറയും ദുബായിൽ അങ്ങനെയല്ല, എന്നിട്ട് അയാൾ ഓടിക്കുന്നത് അതന്നെ. അപ്പോൾ ഈ പറഞ്ഞ ലൈൻ ഡിസിപ്ലിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് വണ്ടി എടുത്ത് പുറത്തിറക്കാൻ മടിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മളിപ്പം സ്പീഡിൽ പോകണമെങ്കിൽ നമ്മുടെ മുമ്പിൽ പോകുന്ന ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകുന്നുള്ളൂ. ഞാൻ എറണാകുളത്ത് പോയത് എന്ത് ബുദ്ധിമുട്ടാണ് അറിയോ, എന്ത് വണ്ടിയെല്ലാം കൂടെ സ്കൂട്ടറുകൾക്ക് ഒരു ലൈൻ ഫുള്ള് വേണം, ഏത് നടുക്കൂടെ പോകുള്ളൂ. പിന്നെ നമുക്ക് ഒരിക്കലും സൈഡ് എടുത്ത് പോകാൻ പറ്റത്തില്ല. ഫോൺ അടിച്ചു കഴിഞ്ഞാലോ നമ്മളെ ചീത്ത വിളിക്കും. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒന്ന് ട്രിവാൻഡ്രം പോകുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ 2 രാജ്യം നമുക്ക് കടന്നു പോകാം. ഉറപ്പായിട്ടും കാരണം വെച്ചാൽ ഇവിടെ സ്മൂത്ത് ആയിട്ടാണ്, ആരും എന്ത് ചെയ്യുന്നില്ല, ട്രാഫിക് ബ്ലോക്കോ കാര്യമൊന്നുമില്ല. ഇപ്പോൾ 2 ലൈനുള്ള ഔട്ടറിൽ ലൈൻ ഹോഗിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതെന്ന് വെച്ചാൽ 2ാമത്തെ ലൈൻ നിങ്ങൾ എടുക്കാൻ പാടില്ല. എന്തിനു വേണ്ടി? ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ട് തിരിച്ച് അതേപോലെ വരികയും ചെയ്യും.
ഇന്ത്യയിലാണെന്നുണ്ടല്ലോ 10 ലൈനിലും ആൾക്കാരുണ്ടാവും. എല്ലാത്തിലും ആൾക്കാർ ഇന്ന കറക്റ്റ് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്ത്യയിൽ നടക്കുന്നില്ല. ഒന്നാമത് അതിന്റെ റീസൺ ചിലപ്പോൾ എന്താ പറയുക, വേണ്ട ഫൈൻ കൊടുക്കുന്നില്ല, അതായിരിക്കാം. ഒന്ന് അവയർനെസ് ഇല്ല. അവയർനെസ് ഇല്ലാത്തതിൻ്റെ അല്ല, പോലീസുകാർക്കും അറിയത്തില്ല. പോലീസുകാർ പിന്നെ പറഞ്ഞാൽ ഇപ്പൊ ഇത് ജസ്റ്റ് ഈ ലൈൻ എന്തിനുള്ളതാന്നുള്ളത് അധികം ആൾക്കാർക്കും അറിയില്ല. ഇത് ലൈസൻസ് ഉള്ള ആർക്കും അറിയാം. ലൈൻസ് പോട്ടെ, ലൈൻ അറിയില്ല, റോഡിലിട്ടേക്കുന്ന വര എന്തിനുള്ള അറിയാൻ പാടില്ല, ക്രോസ് എന്തിനാ ഒന്നും അറിയാത്ത ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഒന്ന് രാത്രിയിലായി കഴിഞ്ഞാൽ ഡിം ചെയ്യാൻ അറിയാൻ പാടില്ല. ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഓഫാക്കുന്നു, അങ്ങനെ അങ്ങ് പോവാം. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ബൈപ്പാസ് ഇങ്ങനെ കയറി വന്ന് റോഡിൽ കയറിയതിന് ശേഷമായിരിക്കും തിരിഞ്ഞു നോക്കുന്നത് വണ്ടി വരുന്നുണ്ടോ. ചിലപ്പോൾ ഇടി കഴിഞ്ഞിട്ട് ചില ചേച്ചിമാരില്ലേ സ്കൂളിൽ പോകുന്ന പിള്ളേരെ കൊണ്ട് ഇങ്ങനെ 10 പേരെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ. അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഉള്ള ആൾക്കാർ കറക്റ്റ് എവിടെയാണോ പെഡസ്ട്രിയൻ നോക്കിയിട്ടാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ നാട്ടിലാണ് നേരെ റോഡിലേക്ക് ഇറങ്ങും, ആ ഒരു കൈ അവിടെ വെച്ചിട്ട് ദൈവത്തിനെ പോലെ നേരെ എന്ത് ചെയ്യാ, ആൾദൈവം അതന്നെ ജസ്റ്റ് അത് നോക്കി. അതിന്റെ അർത്ഥം വെച്ചാൽ ഈ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എത്ര സ്പീഡിൽ വരുന്ന വണ്ടിയിൽ നിർത്തണം എന്നാണ്. ഇൻ കേസ് ഇടിച്ചു കഴിഞ്ഞാലോ വണ്ടിക്കാരനാ പ്രശ്നം, കാരണം എന്തുകൊണ്ട് നോക്കിയില്ലാണല്ലോ. പക്ഷെ അപ്പുറത്ത് തൊട്ടപ്പുറത്തായിരിക്കും ഇത് ഈ സീബ്ര ക്രോസിംഗ് ഉണ്ടാവും, പക്ഷെ അതൊരിക്കലും നമ്മൾ യൂസ് ചെയ്യില്ല, അതാ പ്രശ്നം. ഭയങ്കര ഈ റോഡ് സംസ്കാരം ഭയങ്കര മോശമാണ്. ട്രാഫിക് സംസ്കാരം ഭയങ്കര മോശമാണ്. ഹോങ്കിങ് വളരെ, സ്വിറ്റ്സർലൻഡിലൊക്കെ ഫൈനാണ് അതിന്, ആവശ്യമില്ലാതെ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഫൈൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് അവിടെ വെച്ചാൽ അത്രക്കും ക്വയറ്റ് ആണ്, പീസ്ഫുൾ ആണ്. നമ്മളിപ്പോ തൊട്ടടുത്ത് ഇപ്പൊ ജനങ്ങളുടെ വാതിക്കെ ഇരിക്കുന്നത്, താഴെ കൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്, ഏതെങ്കിലും സൗണ്ട് ഇവിടെ വരുന്നുണ്ടോ? അവിടെ ഹോൺ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അത് നാട്ടിലാണെങ്കിൽ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട് ഒരു മിനിറ്റിൽ എങ്ങനെ ഒരു 10 ഹോണെങ്കിലും എന്തായാലും പുറത്താണെങ്കിലും നമുക്ക് റോഡ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് നോർമലായി. നമ്മൾ ഇതിലൂടെ ഒരാളെയും പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് എക്സാമ്പിൾ ആക്കി മാത്രമേ ഉള്ളൂ. ചിലപ്പം ആ സംസ്കാരത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ എന്നിരുന്നാൽ ഏതോ ഒരു ഭാഗത്തിൽ നിന്ന് മിസ്റ്റേക്ക് കാരണം ബാക്കിയുള്ളവരും കൂടെ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് അവരിലൂടെ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഓഡിയൻസിൻ്റെ സിറ്റുവേഷൻസിലായിരിക്കാം. പക്ഷെ അത് എല്ലാം തിരുത്താൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നില്ല. അതിപ്പം പൊളിറ്റീഷ്യൻസ് വിചാരിക്കണം, നമ്മളുടെ എന്താ പറയുക, നിയമനിർമ്മാണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ചൈനയിലൊക്കെ ആണെങ്കിൽ ചൈനയിൽ സ്പെസിഫിക് നിയമങ്ങളുണ്ട്, നിങ്ങൾ പുറത്ത് പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതുപോലെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ചെറിയ തട്ടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരെയും മാറ്റാൻ ഒരുപാട് കഴിഞ്ഞു പോയി. എന്നാലും ഒരു അവയർനെസ് വലിയ പാടാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ള തിരിച്ചറിവെങ്കിലും ഉണ്ടാകുന്നതായിരിക്കും അല്ലേ. ഇത് പറഞ്ഞാൽ നമ്മൾ സ്വയം, ഇത് വലിയ ക്ലാസ് കാര്യങ്ങളൊന്നും ഇതിന് വേണമെന്നില്ല, പക്ഷെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് ബാക്കിയുള്ളവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഒരു ശല്യമായി മാറുന്നുണ്ടോ ഉള്ള ഒരു ചെറിയൊരു തോട്ട്. അതെ, നമ്മളൊരു വോളണ്ടറിലി എന്താ പറയുക, ഒരു ഓത്ത് എടുക്കുക, നമ്മളിനി ബുദ്ധിമുട്ടുണ്ടാക്കില്ല അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചാൽ മതി. നമ്മൾ സ്വയം ചിന്തിച്ച് മാറ്റാൻ ചെറിയൊരു കാര്യമുള്ളൂ. അതായത് ചെറിയൊരു കാര്യമാണെങ്കിൽ പക്ഷെ നമ്മൾ പുറത്ത് വേറെ രാജ്യത്ത് പോയി ചെയ്യുമ്പം അതായത് നമ്മളെ രാജ്യത്തിന് മൊത്തം എഫക്ട് ചെയ്യുന്ന ഒരു കേസാണ്. മൊത്തം ഇന്ത്യ മൊത്തത്തിലൊന്നും മാറ്റാൻ പറ്റൂലെങ്കിലും ചെറിയൊരു നമ്മളെ ഒരു സൊസൈറ്റി, ചെറിയൊരു കമ്മ്യൂണിറ്റി മാറ്റാൻ പറ്റുമെന്നുള്ളൊരിത്. അതെ. അപ്പം ഇനി അടുത്ത കൂടുതൽ അറിവുകളും രസകരമായ ടോപ്പിക്സുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, until next time, see you.